പൂരാവേശം പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിച്ച് വൻ പുരുഷാരം. ആനയെഴുന്നള്ളിപ്പിന് കുരുക്കിട്ട വനംവകുപ്പ്. സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ ഈ മാസം 16 മുതൽ എഴുന്നള്ളിപ്പുകൾക്ക് ആനകളെ വിട്ടു നൽകില്ലെന്ന് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ. സർക്കുലർ പിൻവലിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി കെ ശശീന്ദ്രൻ. പ്രതീക്ഷയുടെ പൊൻകണിയൊരുക്കി മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം ഞായറാഴ്ച പുലർച്ചെ 2:42 മുതൽ 3:42 വരെ. വടക്കാഞ്ചേരി മേഖലയിൽ വഴിയോര കച്ചവടക്കാരെയും വെറുതെ വിടാതെ മോഷ്ടാക്കൾ. കുപ്പിവെള്ളം, ജ്യൂസ് ബോട്ടിലുകളും ഭക്ഷണപദാർത്ഥങ്ങളും അപഹരിക്കുന്നത് തുടർക്കഥയാകുന്നു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ തട്ടകക്കാരെ ആവേശത്തിലാഴ്ത്തി കൊടിയേറ്റം നടന്നു. തിരുവമ്പാടിയിൽ രാവിലെ 11-നും 11:45-നും ഇടയിലാണ് കൊടിയേറ്റം നടന്നത്. പാരമ്പര്യാവകാശികളായ താഴത്തുപുരയ്ക്കൽ സുന്ദരൻ, സുഷിത്ത് എന്നിവർ ഭൂമി പൂജ നടത്തിയ ശേഷം ശ്രീകോവിലിൽ നിന്നും പൂജിച്ച കൊടിക്കൂറ എടുത്തുകൊണ്ടുവന്ന് കൊടിമരത്തിൽ കെട്ടി ദേശക്കാരും ക്ഷേത്രം ഭാരവാഹികളും ചേർന്ന് ആർപ്പവിളികളോടെ ഉയർത്തിയതോടെ തിരുവമ്പാടിയിൽ പൂരം കൊടിയേറി. തിരുവമ്പാടിയിൽ കൊടിയേറ്റത്തിന് മുന്നോടിയായി കക്കാട് രാജപ്പന്മാരാരുടെ ശിഷ്യരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അരങ്ങേറി. പാറമേക്കാവ് ക്ഷേത്രത്തിൽ 11:30-നും 12-നും ഇടയിലാണ് കൊടിയേറ്റം നടന്നത്. വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിച്ച ഭഗവതിയെ സാക്ഷി നിർത്തിയാണ് ദേശക്കാർ കൊടി ഉയർത്തിയത്. ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടി ഉയർത്തി. തുടർന്ന് 5 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. 8 ഘടക ക്ഷേത്രങ്ങളിൽ ലാലൂർ, കാർത്തിയായനി, അയ്യന്തോൾ ക്ഷേത്രങ്ങളിൽ രാവിലെ കൊടിയേറി. ലാലൂരിൽ രാവിലെ 8-നും അയ്യന്തോൾ ക്ഷേത്രത്തിൽ രാവിലെ 11-നും കൊടിയേറി. മറ്റ് ഘടക ക്ഷേത്രങ്ങളിൽ വൈകിട്ട് കൊടിയേറും. നെയ്തലക്കാവ് ക്ഷേത്രത്തിലാണ് ഏറ്റവും അവസാനം കൊടിയേറുക. സാമ്പിൾ വെടിക്കെട്ട് 17-ന് വൈകിട്ട് 7-ന് നടക്കും. ഏപ്രിൽ 19-നാണ് തൃശൂർ പൂരം. ഏപ്രിൽ 16 മുതൽ പൂരം ഉത്സവം എഴുന്നള്ളിപ്പുകൾക്ക് ആനകളെ നൽകില്ലെന്ന് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെയും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ആന തൊഴിലാളി യൂണിയന്റെയും സംയുക്ത യോഗത്തിൽ തീരുമാനം. ഉത്സവാഘോഷങ്ങൾക്കുള്ള ആന എഴുന്നള്ളിപ്പിന് അപ്രായോഗിക നിർദ്ദേശങ്ങൾ വനംവകുപ്പ് ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് തീരുമാനം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയ സർക്കുലറിലാണ് ആന എഴുന്നള്ളിപ്പുകളെ പ്രതിസന്ധിയിലാക്കും വിധം അപ്രായോഗിക നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തിയത്. ഓരോ ഉത്സവത്തിനും 12 മണിക്കൂർ മുൻപ് 3 ഡോക്ടർമാരെ ക്ഷേത്ര കമ്മിറ്റി ആനയെ പരിശോധിക്കാൻ ഏർപ്പെടുത്തണം. വിവിധ എലിഫന്റ് സ്ക്വാഡുകളെ ഒഴിവാക്കി സർക്കാർ സ്ക്വാഡുകളെ ഉപയോഗിക്കണം. ആനയുടെ മുൻകാല ചരിത്രം പരിശോധിച്ച് മാത്രമേ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കാവൂ. ആനയെ എഴുന്നള്ളിക്കുന്നിടത്തു നിന്ന് 50 മീറ്റർ മാറി മാത്രമേ തീവെട്ടിയും മേളവുമാകാവൂ. ആനയെ നിയന്ത്രിക്കുന്നതിന് പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന തോട്ടിയും ക്യാഷ് ബെൽറ്റ് ഉപയോഗിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആന എഴുന്നള്ളിപ്പിനെ പ്രതിസന്ധിയിലാക്കിയത്. ഒട്ടും പ്രായോഗികമല്ലാത്ത നിബന്ധനകൾ ഏർപ്പെടുത്തുക വഴി തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള കേരളത്തിൽ ഉത്സവാഘോഷങ്ങൾ അട്ടിമറിക്കാനുള്ള നീക്കമാണ് വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് 3 സംഘടനകളുടെയും ഭാരവാഹികൾ അറിയിച്ചു. അപ്രായോഗിക സർക്കുലർ പിൻവലിക്കുകയോ കടുത്ത നിബന്ധനകൾ ഒഴിവാക്കുകയോ ചെയ്തില്ലെങ്കിൽ ഈ മാസം 16 മുതൽ എഴുന്നള്ളിപ്പുകൾക്ക് ആനകളെ വിട്ടു നൽകില്ലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി PS രവീന്ദ്രനാഥൻ, ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര, ആന തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി മനോജ് അയ്യപ്പൻ, മറ്റ് ഭാരവാഹികളായ കെ മഹേഷ്, PS ജയഗോപാൽ, MA പരമേശ്വരൻ, കൃഷ്ണദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അല്ല, അത് നമുക്ക് ഡിസ്പ്യൂട്ടുള്ളൊരു കാര്യം. കാരണം ആനകൾ നടക്കുന്നുണ്ട്. മിക്കവാറും എല്ലാവരും ഈ ആനകൾ ഈ മതപ്പാട് കാലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും നമ്മൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അല്ല, മറ്റൊരു സ്ഥലത്ത് അത് നമുക്കിപ്പോൾ ലോറിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ ട്രാഫിക്കും പരിഗണിക്കുമ്പോൾ നമുക്ക് വാഹനത്തിൽ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എരണ്ടക്കെട്ട് വരുന്നത് അത് മാത്രം ഉള്ളൊരു ഘടകമല്ല. പൊതുവേ എരണ്ടക്കെട്ട് ആനകൾക്ക് വരുമ്പോൾ
വരാൻ സാധ്യതയുള്ള, കാരണം അതിൻ്റെ ഫുഡും അതിൻ്റെ കാറ്റഗറിയും അങ്ങനെയാണ്. ഈ പനമ്പട്ടയൊക്കെ വരുമ്പോൾ എരണ്ടക്കെട്ടിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഈ പനമ്പട്ട കൂടുതൽ മാറ്റിയിട്ട് പുല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആനകൾക്ക് ആക്കി വരുന്നുണ്ട്. പിന്നെ ഞാനിവിടെ സൂചിപ്പിച്ചുള്ള ആനകളുടെ ഏജ് ഫാക്ടർ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആനകൾ കുറഞ്ഞു വരും, ഏജ് ഫാക്ടർ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം പ്രായമുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രായമുള്ള ആനകൾ കൂടുതലായിട്ട് അസുഖം വരാനുള്ള സാധ്യത ഒക്കെ ഉള്ളതുകൊണ്ട് ആണ് നമുക്ക് ഈ ആനകൾ കൂടുതൽ ചെരിഞ്ഞു പോകുന്നത്. ഇപ്പോൾ എരണ്ടക്കെട്ടിനെ കുറിച്ച് താങ്കളോട് സൂചിപ്പിച്ചു. എരണ്ടക്കെട്ട് നമ്മൾ വന്നു കഴിഞ്ഞ ഒരു ആനയ്ക്ക് ഏതാണ്ട് 35 മീറ്റർ നീളമുള്ള ഒരു കുടലിൻ്റെ അകത്തൂടെയാണ് ഇത് പാസ് ചെയ്ത് പോരുന്നത്. അപ്പോൾ നമ്മൾ ഈ എരണ്ടം എവിടെയാണ് നിർണ്ണയിക്കാനുള്ള സംവിധാനം നമുക്ക് കേരളത്തിലും ഇല്ല, ഇന്ത്യയിൽ ഇപ്പം റിലയൻസിന് മാത്രമേ ഉള്ളത്. അതിപ്പോൾ പുതുതായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല. നമുക്ക് നല്ല ഡോക്ടർമാരുണ്ട് കേരളത്തിൽ, മിടുക്കന്മാരായ ഡോക്ടർമാരുണ്ട്. പക്ഷേ ഇവർക്ക് ഒരു സംവിധാനവും കേരളത്തിലില്ല. ഇത്രയധികം ആനകളുള്ള സമയത്ത് നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഈ ഉത്സവ എഴുന്നള്ളിപ്പുകൾക്ക് ആനകളെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ വിവാദ സർക്കുലർ പിൻവലിക്കുമെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ. ആനകളുടെ 50 മീറ്റർ ചുറ്റളവിൽ തീവെട്ടി, താളമേളം എന്നിവ പാടില്ലെന്ന സർക്കുലറിൽ മാറ്റം വരുത്തും. പുതിയ സത്യവാങ്മൂലം തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രതീക്ഷയുടെ പൊൻകണിയൊരുക്കിയ മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും. ശ്രീകൃഷ്ണ പ്രതിമയ്ക്ക് മുന്നിൽ വിവിധ പഴങ്ങളും ഉണക്കലരി, നാണയം, പുതുവസ്ത്രം, സ്വർണം എന്നിവയും വെച്ച് കണിയൊരുക്കും. പുലർച്ചെ മുതിർന്നവർ കുട്ടികളെ വിളിച്ചുണർത്തി കണി കാണിക്കും. തുടർന്ന് മുതിർന്നവർ എല്ലാവർക്കും കൈനീട്ടം നൽകും. വിഷു വരവറിയിച്ച് വിപണിയും സജീവമായി. നഗരത്തിലെ മാർക്കറ്റുകളിൽ തിരക്ക് അനുഭവപ്പെട്ടു. വിഷു കണിയൊരുക്കാനായി പലതരത്തിലുള്ള കൃഷ്ണ വിഗ്രഹങ്ങളും വിപണിയിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ലോഡ് ഇന്ന് കൂടുതൽ എത്തിയതിനാൽ പച്ചക്കറികൾക്ക് കഴിഞ്ഞ ദിവസത്തേക്കാൾ നേരിയ തോതിൽ വില കുറഞ്ഞിട്ടുണ്ട്. പടക്കക്കടകളിലും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വടക്കാഞ്ചേരി മേഖലയിൽ വഴിയോര കച്ചവടക്കാരെയും വെറുതെ വിടാതെ മോഷ്ടാക്കൾ കുപ്പിവെള്ളവും സർബത്തും ജ്യൂസ് ബോട്ടിലുകളും ഭക്ഷണപദാർത്ഥങ്ങളും അപഹരിക്കുന്നത് തുടർക്കഥയാകും. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാർലിക്കാട് പാടശേഖരത്തിന് സമീപം വഴിയോര കച്ചവടം നടത്തുന്നവരാണ് മോഷ്ടാക്കളുടെ ശല്യം മൂലം ദുരിതത്തിലാവുന്നത്. രാത്രി കച്ചവടം കഴിഞ്ഞ് ചെറിയ പെട്ടികളിലും മറ്റുമായി പൂട്ടിയിട്ട് പോകുന്ന സാധന സാമഗ്രികൾ രാവിലെ എത്തിയാൽ അപ്രത്യക്ഷമാകുന്ന സ്ഥിതിയാണ്. പൂട്ട് തകർത്ത് മിനറൽ വാട്ടർ ബോട്ടിലുകളും ജ്യൂസ് ബോട്ടിലുകളും പലഹാരങ്ങളും ഉപ്പിലിട്ട മാങ്ങയും ഉൾപ്പെടെ എല്ലാം മൊത്തമായി അപഹരിക്കപ്പെടും. കഴിഞ്ഞ ദിവസം വഴിയോര കച്ചവടക്കാരനായ പാർലിക്കാട് സ്വദേശി രാജേഷിന്റെ തട്ടുകടയിലുണ്ടായിരുന്ന 15,000 രൂപയോളം വില വരുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടു. വായ്പയെടുത്തും കടം വാങ്ങിയും സമാഹരിച്ചവ നഷ്ടമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് രാജേഷ്. കുറച്ച് നാളായി ഞങ്ങളിവിടെ കച്ചവടം ചെയ്യുന്നു. അപ്പോൾ മറ്റു കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങൾ നിരന്തരം ഇങ്ങനെ മോഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്നും ഇപ്പോൾ അപ്പുറത്തെ കടകളിൽ പോയിട്ടുണ്ട്. കുറേ നാളുകളായി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാത്രി കാലങ്ങളിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലത്ത് വരുമ്പോൾ രാത്രി 8 മണി 9 മണി വരെയൊക്കെ ചിലപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ ശേഷം കാലത്ത് വരുമ്പോൾ 6 മണിയാകുമ്പോൾ വരുമ്പോഴാണ് ഇത് കാണാറ്. മുൻപ് ഡ്രൈവറായിരുന്ന രാജേഷ് വർഷങ്ങൾക്ക് മുൻപുണ്ടായ അപകടത്തെ തുടർന്ന് ഒരു വശം തളർന്ന് കിടപ്പിലായിരുന്നു. പിന്നീട് എഴുന്നേറ്റ് നടക്കാനായതോടെയാണ് 8 വർഷത്തോളമായി വിവിധ കേന്ദ്രങ്ങളിൽ കച്ചവടം ചെയ്തു വരുന്നത്. മേഖലയിലെ മറ്റ് കച്ചവടക്കാർക്കും പറയാനുണ്ട് ഇത്തരം ദുരനുഭവങ്ങൾ. നിർധന വിഭാഗങ്ങളായ തങ്ങളോട് ക്രൂരത കാണിക്കുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം. TCV വടക്കാഞ്ചേരി. സംസ്ഥാനത്ത് ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. വേനൽ മഴ ലഭിച്ചതോടെ ചൂടിന്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിലും കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റം വന്നിട്ടില്ല. ജാഗ്രത തുടരണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ്. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ടോറസ് ലോറിയും 2 കാറുകളുമാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് ലോറി ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരു കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ചു കയറി. ആർക്കും പരിക്കില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പെരുമ്പിലാവിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പെരുമ്പിലാവ് സ്വദേശി അക്ഷേരത്ത് വീട്ടിൽ ആദിലിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ആദിലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഭാഗത്തുനിന്ന് എടപ്പാൾ ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയിൽ എതിർദിശയിൽ മറ്റൊരു വാഹനത്തെ മറികടന്നു വരികയായിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ ലോറിക്കടിയിലേക്ക് ഇടിച്ചുകയറി. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയുമാണ് ഇന്ന് കുറവ് രേഖപ്പെടുത്തിയത്. 1 ഗ്രാം സ്വർണ്ണത്തിന് 6,650 രൂപയും 1 പവന് 53,200 രൂപയുമായി.
ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്നതിൽ അഭിഭാഷകർ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് മന്ത്രി അഡ്വക്കേറ്റ് പി രാജീവ് അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യൻ ഭരണഘടനയെ മറ്റ് ഭരണഘടനകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മാനുഷികതയാണെന്നും മന്ത്രി പറഞ്ഞു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അധ്യക്ഷത വഹിച്ചു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കെ നാഷിക്ക് ബാർ അസോസിയേഷൻ നൽകിയ സ്നേഹാദരവ് മന്ത്രി കൈമാറി. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്പെഷ്യൽ ജഡ്ജ് വി വിനീത മുഖ്യാതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ മുൻസിഫ് കെ കാർത്തിക, ജഡ്ജി ആർ റീജ, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ, നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ടി ഡി വെങ്കടേശ്വരൻ, ബാർ കൌൺസിൽ മെമ്പർ അഷ്റഫ് സാമ്പാൻ എന്നിവർ പങ്കെടുത്തു. വാദ്യലഹരിയുടെയും നാദലഹരിയുടെയും പുണ്യകാലമാണ്. തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരും. 250ഓളം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡ്യമേളത്തിന്റെ സൗന്ദര്യം പാറമേക്കാവിന് സ്വന്തം. പാറമേക്കാവിന്റെ വർണ്ണോജ്വലമായ എഴുന്നള്ളിപ്പ് പൂരനാളിൽ ഉച്ചയ്ക്ക് ക്ഷേത്രഗോപുരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിലയുറപ്പിക്കുന്നതോടെ പാണ്ഡ്യമേളത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും. 15 ഗജവീരന്മാരെ അണിനിരത്തിയുള്ള ഈ എഴുന്നള്ളിപ്പിൽ 2 കാലങ്ങളിലായി പാണ്ഡിച്ചെമ്പടയാണ് ആദ്യം തിമിർക്കുക. തുടർന്ന് വടക്കുംനാഥനിലെത്തി പാണ്ഡ്യമേളം ആരംഭിക്കുകയായി. മലയാളക്കരയിലെ പെരുമയുടെ വാദ്യമേളക്കാർ അണിനിരക്കുന്ന മേളത്തിൽ ആദ്യത്തെ അരമണിക്കൂറിൽ ഒലമ്പൽ എന്ന ആമുഖവാദനമാണ്. ഇത് പാണ്ഡ്യമേളത്തിന്റെ മാത്രം പ്രത്യേകതയാകുന്നു. നിരനിരയായി മേളവിദ്വാൻമാർ അണിനിരക്കുന്ന ചേല് ഒന്ന് കാണേണ്ടത് തന്നെ. മുൻനിരയിൽ ഉരുട്ടുചെണ്ടക്കാരും ശേഷം വീക്കച്ചെണ്ടക്കാർ, കുറുങ്കുഴൽ, കൊമ്പ്, ഇലത്താളം എന്നിങ്ങനെയാണ് വാദ്യക്കാരുടെ നിര. പ്രമുഖരുടെ നിര ഇത്തവണയും ഇലഞ്ഞിച്ചുവട്ടിൽ മേളമഴ തീർക്കുമ്പോൾ ആയിരക്കണക്കിന് ആസ്വാദകർക്ക് വാദ്യമഴ നനയാനാകും. പൂരനാളിൽ രാവിലെ 7:30 തിരുവമ്പാടിയിൽ നിന്ന് ഭഗവതി മഠത്തിലേക്ക് എഴുന്നള്ളും. നടപ്പാണ്ടിയുടെ അകമ്പടിയോടെ 3 ആനയുമായി ഉണ്ണിക്കണ്ണന്റെ കോലത്തിലാണ് ഭഗവതിയുടെ എഴുന്നള്ളത്ത്. നടുവിൽ മഠത്തിൽ ഉപചാരങ്ങളോടെ ആനയിച്ച് ബ്രഹ്മസം മഠത്തിലെ വടക്കിനിയിൽ ഭഗവതിക്ക് വേദാർച്ചനയും ഇറക്കി പൂജയും. ആചാരാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കിയാൽ മഠത്തിൽ നിന്ന് പുറപ്പാടായി. സ്വർണത്തലക്കെട്ടോടെ ഭഗവതി പ്രൗഢിയിൽ എഴുന്നള്ളുമ്പോൾ മഠത്തിനു മുന്നിലെ ആൾക്കടൽ ആരവമുതിർക്കും. 3 ആനയോടെ ഭഗവതി പന്തലിലെത്തുന്നതോടെ പഞ്ചവാദ്യത്തിന് തുടക്കമാകും. പഞ്ചവാദ്യം സ്വരാജ് റൗണ്ടിലേക്ക് കയറിയാൽ ഭഗവതിക്ക് അകമ്പടിയായി ആന 7 ആകും. നടുവിലാലിലും CMSന് മുന്നിലും കൂട്ടിക്കൊട്ടലുകൾ കഴിഞ്ഞ് നായ്ക്കനാലിലെത്തുമ്പോൾ പഞ്ചവാദ്യപ്രേമികൾ മഠത്തിൽ വരവിന്റെ പഞ്ചാമൃതം നുകർന്നിരിക്കും. പിന്നെ 15 ആനകളുമായി പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയോടെയാകും ഭഗവതിയുടെ എഴുന്നള്ളത്ത്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. പാവറട്ടി തിരുനാളിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്തിൽ ചേർന്ന വിവിധ സർക്കാർ വകുപ്പുകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. പാവറട്ടി സെന്ററിലും പരിസര പ്രദേശങ്ങളുമായ 5 ഇടങ്ങളിൽ പഞ്ചായത്ത് കുടിവെള്ള സൗകര്യമൊരുക്കും. മറ്റിടങ്ങളിൽ തീർത്ഥകേന്ദ്രം അധികൃതരും സൗകര്യങ്ങളൊരുക്കും. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സ്ക്വാഡ് വരും ദിവസങ്ങളിൽ പാവറട്ടിയിൽ പരിശോധനയ്ക്ക് ഇറങ്ങും. വൈദ്യുതി തടസ്സമില്ലാതിരിക്കാൻ KCB പരമാവധി ശ്രമിക്കും. പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കോമേരി അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് MM റിജീന, തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ചേർപ്പ എട്ടുമന പൊട്ടുച്ചിറയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. തമിഴ്നാട് സ്വദേശി നടരാജനാണ് മരിച്ചത്. എട്ടുമനയിലും സമീപ പ്രദേശങ്ങളിലും കൂലിപ്പണിയുമായി 40 വർഷമായി കഴിയുന്ന നടരാജൻ കടവരാന്തകളിലാണ് അന്തിയുറങ്ങിയിരുന്നത്. ചേർപ്പ് പോലീസും ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചേലക്കരയിൽ പനയിൽ നിന്ന് വീണ ഗൃഹനാഥൻ മരിച്ചു. ചേലക്കര മേപ്പാടം കൽത്തൊട്ടിക്കൽ വീട്ടിൽ 52 വയസ്സുള്ള വിജയനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കരിമ്പന മുറിക്കുന്നതിനിടെയാണ് അപകടം. കൂടെയുണ്ടായിരുന്നവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതിഹാസത്തിന്റെ 150 വർഷങ്ങൾ എന്ന പേരിൽ തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ 1 വർഷം നീണ്ടുനിന്ന കുമാരനാശാന്റെ 150-ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ സമാപനം നടന്നു.
ചെറു സാഹിതിയിൽ നടന്ന സമാപന ചടങ്ങ് സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. PRK ചേനും അധ്യക്ഷത വഹിച്ചു. കവി വർഗീസ് ആന്റണി, ഡോക്ടർ SK വസന്തൻ, K രഘുനാഥൻ, MD രത്നമ്മ, ശ്രീജ നടുവം, നഫീസത്ത് BV തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന്റെ ഭാഗമായി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീടുകളിലേക്ക് ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്തു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ തീരദേശ മേഖലയിലെ വീടുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം നടത്തിയത്. തീർത്ഥകേന്ദ്ര ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കുടിവെള്ള വിതരണ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. സഹവികാരിമാരായ ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, മാനേജിംഗ് ട്രസ്റ്റി ജോസി VJ, പബ്ലിസിറ്റി കൺവീനർ ഷാർജൻ ജോസ് എന്നിവർ പങ്കെടുത്തു. കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. 16-ന് പ്രശസ്ത ഓട്ടൻതുള്ളൽ കലാകാരനായ മണലൂർ ഗോപിനാഥനെ കൂവപ്പുള്ളി പരമേശ്വരൻ നമ്പീശന്റെ പേരിലുള്ള ഉപഹാരം നൽകി ആദരിക്കും. ഉത്സവത്തിന് മുന്നോടിയായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. മേൽശാന്തി പ്രസാദ് നമ്പൂതിരി നേതൃത്വം നൽകി. മാസം 20-ന് സമാപിക്കും. കാട്ടകാമ്പാൽ മേഖലയിലെ കോൾപ്പാടങ്ങളിൽ കൊയ്ത്തിനൊപ്പം വൈക്കോൽ സംഭരണവും പുരോഗമിക്കുന്നു. ആദ്യം കൊയ്ത്ത് നടന്ന കോൾപ്പാടങ്ങളിൽ ഏക്കറിന് 2500-3000 രൂപയ്ക്കാണ് വൈക്കോൽ സംഭരിച്ചിരുന്നത്. എന്നാൽ കൊയ്ത്ത് വ്യാപകമായതോടെ വൈക്കോലിന് വില കുറഞ്ഞു. യന്ത്രം ഉപയോഗിച്ച് കെട്ടുകളാക്കിയാണ് വൈക്കോൽ ശേഖരിക്കുന്നത്. വൈക്കോൽ വിൽപ്പനയിലൂടെ കൊയ്ത്തുമതി യന്ത്രത്തിന്റെ വാടക ലഭിക്കുമെന്ന ആശ്വാസത്തിലാണ് കർഷകർ. മുല്ലശ്ശേരി നല്ലയിടയന്റെ ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ മാർട്ടിൻ കൊളംബ്രത്ത് കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സോളി തട്ടിൽ സഹകാർമ്മികനായിരുന്നു. രാത്രി വിവിധ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള അമ്പ്, വള എഴുന്നള്ളിപ്പുകൾ വാദ്യമേളങ്ങളോടെ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10-ന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോസ് എടക്കളത്തുവും മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ റോയ് ജോസഫ് വടക്കാൻ തിരുനാൾ സന്ദേശം നൽകും. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ 13-ാം വെള്ളി ദിനാചരണം ഭക്തി നിർഭരമായി. ഫാദർ ലിജോ പതിപ്പറമ്പൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, സഹവികാരി ഫാദർ ആന്റണി ചീറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ സോജൻ മഞ്ഞില, കൊച്ചുവർക്കി തരകൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം എരുമപ്പെട്ടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം സുമന സുഗതൻ അധ്യക്ഷയായി. ഡോക്ടർ VC ബിനോജ്, യൂണിറ്റ് സെക്രട്ടറി സിന്ധു കൃഷ്ണൻ, തുള്ളൽ കലാകാരൻ പ്രദീപൻ നമ്പീശൻ, ചിത്രകാരൻ സുധാകരൻ നെല്ലുവായ്, സംഗീതാധ്യാപിക കലാമണ്ഡലം ജലജ, കലാകാരൻ സുധി തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലുവായ് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായനശാല രക്ഷാധികാരിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ K കേശവൻ നമ്പീശനെ അനുസ്മരിച്ചു. വായനശാല പ്രസിഡന്റ് പ്രദീപ് നെല്ലുവായ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർ MK ജോസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ UK മണി, TK ദേവസി എന്നിവർ സംസാരിച്ചു. അഴിമതി വിരുദ്ധ ഏകോപന സമിതി കൊടുങ്ങല്ലൂരിൽ ജനസംഗമം സംഘടിപ്പിച്ചു. ആം ആദ്മി ഡെമോക്രാറ്റിക് സംസ്ഥാന ചെയർമാൻ ബാബുരാജ് താണിയത്ത് ഉദ്ഘാടനം ചെയ്തു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കൺവീനർ KN ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. CS അനിൽകുമാർ, TB സൂരജ് എന്നിവർ സംസാരിച്ചു. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CPM കാട്ടൂർ ലോക്കൽ കമ്മിറ്റി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കാട്ടൂർ പൊഞ്ഞനം ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച റാലി കാട്ടൂർ ബസാറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TV വിജീഷ് അധ്യക്ഷനായിരുന്നു. മുൻ MLA KU അരുണൻ, KS ജയ, KP ജോർജ്, റഷീദ് കാട്ടൂർ, ജൂലിയസ് ആന്റണി, നജീൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്ന് പറയുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഇട്ടിട്ടുള്ളത്. ഇത്രമേൽ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസും ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യ ഇരിങ്ങാലക്കുടയും സംയുക്തമായി ശാസ്താംപൂവം കാടാർ കോളനിയിൽ വിഷു ആഘോഷം സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര SI UM സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട JCI പ്രസിഡന്റ് ലിയോപോൾ അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി സുരക്ഷാ സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, കൊടകര പ്രസ് ക്ലബ് പ്രസിഡന്റ് IR രാജൻ, JCI സെക്രട്ടറി സഞ്ജു പട്ടത്ത്, മുൻ പ്രസിഡന്റ് ഡെൽസൺ കോട്ടോളി എന്നിവർ സംസാരിച്ചു. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന JCI പ്രസിഡന്റ് ലിയോപോളിനെ ചടങ്ങിൽ ആദരിച്ചു.
ചാലക്കുടി നഗരസഭയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വിഷു ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളെത്തിയിട്ടും വേതനം ലഭിച്ചില്ലെന്ന ആക്ഷേപം. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നഗരസഭയ്ക്ക് നൽകേണ്ട തുക അനുവദിക്കാത്തതിനാലാണ് വേതനം കൊടുക്കാൻ കഴിയാത്തതെന്ന് ഭരണസമിതി അംഗങ്ങൾ പറയുന്നു. 4 കോടിയോളം രൂപയുടെ തൊഴിലുറപ്പ് പദ്ധതി ആക്ഷൻ പ്ലാനിനാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നഗരസഭ രൂപം നൽകി സർക്കാർ അംഗീകാരം ലഭിച്ചത്. ഇതിൽ 1.15 കോടി രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചത്. സാമ്പത്തിക വർഷത്തിന്റെ അവസാനം മാർച്ച് 25-ന് 15 ലക്ഷം രൂപ അനുവദിച്ചതായി ഉത്തരവ് വരികയും അന്ന് തന്നെ നഗരസഭ ഈ തുകയ്ക്കുള്ള ബില്ല് ട്രഷറിയിൽ സമർപ്പിക്കുകയും ചെയ്തുവെങ്കിലും തുക പാസ്സാകാതെ പെൻഡിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഇത് ഏപ്രിൽ മാസത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ബില്ല് തിരിച്ചുവിടുകയാണെന്ന് വിവരം ലഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ ഇനി പൂരാവേശം. പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റത്തിന് സാക്ഷ്യം വഹിച്ച വൻ പുരുഷാരം. ആനയെഴുന്നള്ളിപ്പിന് കുരുക്കിട്ട വനംവകുപ്പ്. സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ ഈ മാസം 16 മുതൽ എഴുന്നള്ളിപ്പുകൾക്ക് ആനകളെ വിട്ടു നൽകില്ലെന്ന് എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ. സർക്കുലർ പിൻവലിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. പ്രതീക്ഷയുടെ പൊൻകണിയൊരുക്കി മലയാളികൾ നാളെ വിഷു ആഘോഷിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം ഞായറാഴ്ച പുലർച്ചെ 2:42 മുതൽ 3:42 വരെ. വടക്കാഞ്ചേരി മേഖലയിൽ വഴിയോര കച്ചവടക്കാരെയും വെറുതെ വിടാതെ മോഷ്ടാക്കൾ. കുപ്പിവെള്ളം, ജ്യൂസ് ബോട്ടിലുകളും ഭക്ഷണപദാർത്ഥങ്ങളും അപഹരിക്കുന്നത് തുടർക്കഥയാകുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.